നമസ്കാരം. കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. ജുവിന്റെ അവയവദാനത്തിലൂടെ അശ്വന്തിന് പുതുജീവൻ. അശ്വന്ത് ആശുപത്രി വിട്ടു. മസ്തിഷ്ക മരണം സംഭവിച്ച ജുവിൻ രാജുവിന്റെ ഹൃദയവുമായി കണ്ണൂരിലെ അശ്വന്ത് ആശുപത്രി വിട്ടു. എറണാകുളം ലിസി ആശുപത്രിയിൽ വിജയകരമായി പൂർത്തിയായ 33ാമത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് 24കാരനായ അശ്വന്ത് ജീവിതത്തിലേക്ക് പൂർണ്ണാരോഗ്യവാനായി മടങ്ങിയെത്തുന്നത്. മരണത്തിലും മറ്റൊരാളിലൂടെ ജീവിക്കാൻ തയ്യാറായ 16കാരൻ ജുവിൻ രാജുവിന്റെ മാതാപിതാക്കളുടെ വലിയൊരു കാരുണ്യത്തിന്റെ കഥയാണിത്. ജന്മന അതീവ സങ്കീർണമായ ഹൃദ്രോഗവുമായി പോരാടിയ കണ്ണൂർ കുറ്റൂർ സ്വദേശിയായ അശ്വന്ത് ചന്ദ്രന് ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഒരു പുതുജന്മമാണ്. നേരത്തെ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞതിനാലും ഹൃദയത്തിന്റെ ഘടനയിലെ സങ്കീർണതകൾ കാരണവും വലിയ വെല്ലുവിളിയായിരുന്നു ഡോക്ടർമാർക്ക് മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ കേസ് ഓട്ടോയുടെ ഏകോപനത്തിലൂടെ ജൂൺ 23-ന് രജഗിരി ആശുപത്രിയിൽ നിന്നും ഗ്രീൻ കൊറിഡോർ ഒരുക്കി കേവലം 20 മിനിറ്റ് കൊണ്ടാണ് ജുവിന്റെ ഹൃദയം ലിസി ആശുപത്രിയിൽ എത്തിച്ചത്. പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയാപ്പുറം, ഡോക്ടർ സാജൻ കോശി, ഡോക്ടർ അനിൽ SR എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ മെഡിക്കൽ സംഘം മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ പുലർച്ചെയോടെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് 70% താഴെയായിരുന്ന അശ്വന്തിന്റെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് ഇപ്പോൾ 100% അടുത്താണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. പീലാത്ര ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കാരുണ്യ കൂട്ടായ്മയാണ് ചികിത്സാ ചിലവുകൾ കണ്ടെത്തിയത്. തനിക്ക് പുതുജീവൻ സമ്മാനിച്ച ജുവിന്റെ കുടുംബത്തോട് കണ്ണീരോടെ നന്ദി പറഞ്ഞാണ് അശ്വന്ത് ആശുപത്രിയുടെ പടിയിറങ്ങിയത്. ഹൃദയം തന്ന ജുവിന്റെ ഫാമിലിയോടും ഡോക്ടേഴ്സ് പിന്നെ ജോബ്സ് പീഡിയാട്രിക് ഡോക്ടർ ഷാജൻ സാറിനോടും സ്റ്റാഫിനോടും അച്ഛന്മാരോടും എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ സർജറി കഴിഞ്ഞതിന് ശേഷം നല്ല വ്യത്യാസമുണ്ട്. പണ്ടത്തെ പോലെയല്ല, നല്ല മാറ്റങ്ങളുണ്ട്. എൻ്റെ മോനെ ഹൃദയം നിന്ന് സഹായിച്ച ജുവിൻ്റെ ഫാമിലിയോടും അതുപോലെ സർജറി നല്ല രീതിയിൽ നടത്തിയ ഡോക്ടേഴ്സിനോടും അതുപോലെ സ്റ്റാഫിനോടും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇവനത് നല്ലൊരു രീതിയിലേക്ക് തിരിച്ചു വരുന്നതിലൊരു പ്രതീക്ഷ കൈവിട്ട് നിൽക്കുമ്പോഴാണ് സാറിൻ്റെ അനുഗ്രഹം ഉണ്ടായത്. നന്ദി പറയുന്നത്. ലിസി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഫാദർ പോൾ കരേഡന്റെയും മറ്റ് ഡയറക്ടർമാരുടെയും ഡോക്ടർമാരുടെയും സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടായിരുന്നു അശ്വന്തിനുള്ള യാത്രയയപ്പ്.